നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ലക്ഷറി സ്റ്റൈൽ ഹിന്ദിക്കാരന്റെ കടയുണ്ടത്. വെണ്ണല പാലച്ചോട് റോഡിൽ കടുക് റെസ്റ്റോറന്റിന്റെ നേരെ മുമ്പിലായിട്ടാണ് ഇതിന് സ്പേസ് കൊടുത്തേക്കുന്നത്. ഈ പെട്ടിയണ്ട, ഈ പെട്ടിയിൽ ഈ ലോക്കിട്ട് വെച്ചങ്ങനെ വാങ്ങണ്ട. ഇവിടെ മിക്കവാറും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഇവൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവന്റെ കച്ചവടത്തിന്റെ രീതി പാതിരാത്രി ആയാലും നിർത്തില്ല. അപ്പോൾ വരുന്ന ആളുകളെ കണ്ടോട്ടെ. അപ്പൊ അതായത് സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും ഇവനറിയാം കാര്യങ്ങൾ. അപ്പൊ ഇവനവിടെ മാറി എന്താ പറയണത്, അത് 24 കടയാണ്. അപ്പൊ ആ കടയിൽ കട്ടൻ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ടാവും. അതേപോലെയുള്ള ടേബിളിൽ ഇവൻ പോയി അങ്ങോട്ട് ഇരിക്കും. അപ്പൊ ഇവിടെ ആള് വരുമ്പോൾ അവനറിയാം സിഗരറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും. അപ്പൊ അതിനൊപ്പം ഇവൻ ഇതിന്റെ കച്ചവടമാണ്. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളെല്ലാം ഇവനെ കോണ്ടാക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവന് ഭയങ്കര അതിവിദഗ്ധനാണ്. ശരിക്കും ഇവന്റെ ആ മുഖവും അവന്റെ കച്ചവട സ്റ്റൈലും അവിടെ പോയി വാച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാം അവൻ ശരിക്കൊരു പക്ക ഫ്രോഡാണെന്ന് തന്നെ പറയാം. നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കുന്ന ഹിന്ദിക്കാരനെ കണ്ട, ഇവനാണ് നമ്മുടെ അതിഥി തൊഴിലാളി. അതായത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വെണ്ണലയിൽ സുലഭമായിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. കടുക് റെസ്റ്റോറന്റിന്റെ മുമ്പിനായിട്ടത്. ഇപ്പൊ ആ ചുമപ്പ് ടീഷർട്ട് ഇട്ടുണ്ട്, ഹെൽമെറ്റ് ഊരാണ്ട് വന്ന ചേട്ടൻ കണ്ട കൊടുക്കണുണ്ട്. അവൻ പല സ്ഥലത്തായിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പൊ അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും അവരാവശ്യപ്പെടുന്ന സാധനം എടുത്ത് കൊടുക്കും. അപ്പൊ ഇവനെ ശരിക്കും നമുക്ക് അതിവിദഗ്ധമായിട്ടാണ് ഇവൻ ചെയ്യണം. കണ്ടത് 100 രൂപ കൊടുത്തു, അതിലെന്തോ ചെറിയൊരു സാധനം കൊടുത്തു. അപ്പൊ അതില് ഇവൻ വളരെ വിദഗ്ധമായിട്ടാണ് കച്ചവടം ചെയ്യണത്. എല്ലാവരും ഒന്നും വന്ന് ചോദിച്ചാൽ ഇവൻ കൊടുക്കണില്ല. അതായത് ഇവന് കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് ആവശ്യപ്പെടുമ്പോഴാണ് മാറ്റി വെച്ചേക്കുന്നത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ഇവൻ കൊടുക്കണത്. ഇതൊക്കെ നമ്മുടെ അധികാരികൾ കാണുന്നത് വരെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ശരിക്കും ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയാണ്. വെണ്ണല വീഗാർഡിന്റെ അവിടെ നിന്ന് പാലച്ചോട് പോണ റോഡിലാണ്. 2 കച്ചവടക്കാര് നിരന്തരമായി വൻ കച്ചവടമാണ്. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര നേരം. അതായത് ഇതിപ്പോ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 8 മണി സമയമാണ്. ഞാനിവിടെ 5 മണി ആ സമയമായപ്പോഴേക്കും വന്നതാണ്. 5 മണി സമയത്ത് ഇതിന്റെ കുറച്ച് കിഴക്കുവശത്തായിട്ട് തളിപ്പറമ്പ് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പും വേറൊരു കച്ചവടക്കാരനുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ എന്താ പറയണ, ഇവൻ ശരിക്കും ഇവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ക ഫ്രോഡ്. അതായത് അതുപോലെ ഫ്രോഡെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറയണ, നമ്മുടെ കുട്ടികളെയൊക്കെ ലഹരിക്ക് അടിമപ്പെടുത്താൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ളത് ഇവന്റെ മുഖത്തുണ്ട്. ഇവൻ ശരിക്കും ഒരു ക്രൂര മനോഭാവമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ 2-3 ആളുകൾ വന്നിട്ട് ചോദിച്ചപ്പോഴേക്കും അവൻ എന്താ പറയണ, പരിചയമില്ലാത്തവർ വന്ന് ചോദിച്ചാൽ അവന് ഡൗട്ട് തോന്നി അവൻ കൊടുക്കൂല. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ഇവന് കുറെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ ഇവൻ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയണ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വീഡിയോ 2ാം പാർട്ടാണ് ഈ കാണുന്നത്. അപ്പൊ ഭയങ്കര തിരക്കാണ് ഇവിടെ. അതായത് നിരോധിത ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ആളുകള് പരിചയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ന്യൂട്രലിൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരുന്ന് നൈസായിട്ട് ആളൊഴിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഇവിടുത്തെ കച്ചവടം. അപ്പൊ ഇത് ശരിക്കും ഒരു ലക്ഷറി സ്റ്റൈലിൽ തന്നെയാണ്. ഇപ്പൊ ഇവന്റെ പിന്നിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്കത് കാണുമ്പോഴേക്കും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിന്റെ വലിയ എന്താ പറയുക ഒരു ഹോട്ടലിലൊക്കെ പോലത്തെ ഒരു സെറ്റപ്പിലൊക്കെയാണ് അവൻ മുറുക്കാൻ കച്ചവടം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റൈലിലാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ മുറുക്കാൻ കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ എന്തായാലും 10-15,000 രൂപയുടെ സ്റ്റീൽ തട്ടും കാര്യങ്ങളൊന്നും അവനവിടെ വാങ്ങിച്ചിടാനും ഇതേപോലെ തന്നെ ഈസി ആയിട്ട് കച്ചവടം ചെയ്യാനായിട്ട് കടയുടെ മുമ്പിലൊന്നും സ്പേസ് കൊടുക്കൂല. അപ്പൊ നമ്മുടെ കടയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം കേട്ടോ. അത് അടുത്ത സ്പോട്ട് കണ്ടോ, വെണ്ണല തളിപ്പറമ്പ് ജംഗ്ഷൻ. അതായത് ഈ കടുക് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് കഴിഞ്ഞ് കുറച്ചുകൂടി കിഴക്കോട്ട് പാലച്ചോട് ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ആ ലാൻഡ് എന്ന് പറയുന്ന ഫ്ലാറ്റിന്റെ നേരെ മുമ്പിലായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുടമട, അതായത് കുടമടക്കച്ചവടം നടക്കണം. ഇവിടെ ആവശ്യക്കാർക്ക്, അതായത് ഇവന്റെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ തന്നെയുള്ള കുറച്ച് ആളുകളും അതുപോലെ തന്നെ ഒരുപാട് ഹിന്ദിക്കാരും. ഇവനും ഒരുപാട് സ്ഥിരം കച്ചവടക്കാരും ഉണ്ട്. അപ്പൊ ഇവനൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. എന്നിട്ടൊന്നും നമ്മുടെ ഉദ്യോഗസ്ഥർ ഇത് കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കണം എന്താണെന്ന് ഞാൻ ആലോചിക്കണം. എന്താണെന്നറിയില്ല. ഇനിയിപ്പോ ഇവര് ഈ ചെറിയ ചെറിയ കച്ചവടം ആയതുകൊണ്ടാണെന്നറിയില്ല. അപ്പൊ ഈ ചെറുതിൽ നിന്നാണ് നമ്മുടെ ഏരിയയിലെ കുട്ടികളെയൊക്കെ നശിപ്പിക്കണത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അധികാരികൾ, കണ്ണു തുറക്കാത്ത അധികാരികൾ കണ്ടിട്ടെങ്കിലും ഇതിൻ്റെ ഒരു നടപടി ഉണ്ടാവട്ടെ. ഇതൊക്കെ നമ്മൾ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടെങ്കിലും അവർക്ക് ഇതിനെയൊക്കെ പിടിച്ച്, അതായത് ഒരു മാറ്റം വരുത്തട്ടെ. ഇവിടുത്തെ കച്ചവടത്തിന്റെ രീതി തീർച്ചയായും വ്യത്യസ്തമുണ്ടാവും. മുറുക്കാനുണ്ടോ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അവന് ഡൗട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലോട്ടറി ഉണ്ട്, മുറുക്കാനുണ്ടെന്നൊക്കെയാണ് പറയണത്.
അപ്പോൾ മുറുക്കാൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ തന്നെ കുറേ നേരമൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവൻ പരിസരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കും. ഇതിന് ശേഷം എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ സ്ഥിരം കസ്റ്റമേഴ്സ് ഇതേപോലെ ബൈക്കിനൊക്കെ വന്ന് അവിടെ നിർത്തി പതിയെ ഒന്ന് പ്ലാൻ ചെയ്ത് അവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ സ്പോട്ടിൽ സാധനം കൊടുക്കും. ഭയങ്കര സംഭവമാണ്. ഇവന്മാരൊക്കെ നമ്മുടെ എന്താ പറയുക എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇതൊക്കെ ചെയ്യണത്. എന്നിട്ടും ഇതൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഇതിൽ കൂടെയൊക്കെ കളക്ടറേറ്റിലെ ഒരുപാട് വാഹനങ്ങൾ പോണതാണ്, പോലീസ് വാഹനങ്ങൾ പോണതാണ്, ഒരുപാട് ജഡ്ജിമാരും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ പോണതാണ്. പോരാത്തതിന് ഇപ്പോൾ ഈ ലാൻഡ് ആൻഡ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇത് IASയുടെ ഒരു ഗ്രൂപ്പ് വെഞ്ചർ ആണ്. അപ്പോൾ ഇതൊക്കെ ഈ നടക്കുന്ന അനധികൃത കച്ചവടം അനധികൃത എന്താ വെച്ചാൽ നിർത്തലാക്കിയ ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യണത് കംപ്ലീറ്റ് നമ്മുടെ കൺവെട്ടത്ത് തന്നെ ആയിട്ടും ഇതിനൊന്നും ആരും നടപടി എടുക്കണമെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം അങ്ങോട്ട് നമ്മുടെ അധികാരികളിലേക്ക് കണ്ണ് തുറന്ന് കാണാത്ത അധികാരികളിലേക്ക് എത്തിച്ച് ഇവന്മാരുടെ ഈ ലഹരി കച്ചവടം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇതൊക്കെ നിർത്തലാക്കണം എന്നാണ് ഇപ്പോൾ എനിക്കൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വലുതായി വേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് മറ്റുള്ളവരുടെ ആണെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലാവാം ഈ ലഹരി ഉപയോഗവും അതിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഇത്തരം കച്ചവടങ്ങളെയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർ ഇതൊന്നും ഉപയോഗിക്കാനും ഇതേപോലെയുള്ള കച്ചവടക്കാരെയൊന്നും പ്രോത്സാഹിപ്പിക്കുക. കണ്ടതേ അപ്പോൾ മറ്റേ ആ കള്ളി ഷർട്ട് ഇട്ടേക്കണ സ്ഥിരം വന്നാന്ന് തോന്നുന്നു. അവനപ്പോൾ സ്പോട്ടിൽ ക്യാഷ് കൊടുക്കുന്നു, സാധനം എടുത്ത് കൊടുക്കുന്നു, ഫോണ് ഉണ്ടാ നിരോധിത ലഹരി ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി കാണിച്ചു തന്നെയാണ്. അപ്പം ഇതൊക്കെ ശരിക്ക് നമ്മുടെ അധികാരികൾ വന്ന് ചോദിക്കുമ്പോഴേക്കും ഇവന്മാരുടെ അടുത്ത് ഉണ്ടാവും ഇവന്മാർ മാറ്റിയൊക്കെയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാർ സ്മൂത്തായിട്ട് ഇവിടെ ലോട്ടറി കച്ചവടം ഒന്നും പറഞ്ഞൊക്കെ ഇരിക്കണം. നമുക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ലോട്ടറി തട്ടും കൊണ്ട് അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് അവന് എന്ത് കിട്ടാനാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാം. അതുമല്ല ഇവന് വൈകുന്നേരം പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെ ഒരു തിക്കാണ്. അതായത് ഒരു 10-200 പേര് വന്ന് വാങ്ങിക്കണേണ്. ഒരു എന്താ പറയണ നോൺ സ്റ്റോപ്പാണ്.